ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് വിഷയങ്ങളിലുള്ള വാശിയേറിയ വെടിമുറാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള റൺ ഓഫ് വോട്ട് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 15 പേരിൽ നിന്ന് 2-3 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും ശനിയാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ വ്യക്തമായ വിവരം ലഭിക്കും. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെ തുടരുകയാണ്. അനുമോളിൽ മാത്രം യാതൊരു പൊസിഷൻ ചേഞ്ചും സംഭവിച്ചിട്ടില്ല. വോട്ടിങ്ങിന് തുടക്കം മുതൽ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ഒരു വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 1ാം പൊസിഷനിൽ 29,800 വോട്ടോട് കൂടി നിലനിർത്തിയിട്ടുണ്ട്. 2ാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസ് തുടക്കത്തിൽ അട്ടിമറി അവസാന ഘട്ടത്തിലേക്ക് ഉണ്ടാകാനായിട്ടില്ല. കാരണം അനുമോളിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 26,509 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കോമഡറായിട്ട് തുടങ്ങിയ അനീഷ് ഇപ്പോൾ 3ാം പൊസിഷനിൽ 25,150 വോട്ട് നേടി ഷാനവാസിന് തൊട്ടു പിന്നാലെ 3ാം പൊസിഷനിലാണുള്ളത്. 4ാം പൊസിഷനിൽ നമ്മുടെ സ്വന്തം നൂറയാണുള്ളത്. നൂറയ്ക്ക് ഇപ്പോൾ വളരെയധികം വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഒരു സേഫ് സോണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 24,600 എന്ന വോട്ട് നേടി സുരക്ഷിതമായി തന്നെ 4ാം പൊസിഷനിൽ തുടരുകയാണ്. 5ാം പൊസിഷനിൽ ജിസേൽ തക്രാളാണ്. ജിസേലും അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രകടനം നടത്തി ഇത്തവണ സേവ് ആകാൻ പോകുന്ന മറ്റൊരാളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 23,990 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ രേണുസുതിയാണുള്ളത്. രേണുസുതിയും ഏകദേശം സേഫായ മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമണിക്കൂറിൽ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 20,233 വോട്ട് നേടി രേണുസുതി 6ാം പൊസിഷനിൽ നിലകൊള്ളുന്നു. 7ാം പൊസിഷനിൽ ആദില ആണുള്ളത്. ആദിലയ്ക്ക് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ആദിലയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ 20,008 വോട്ട് നേടി 7ാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. 8ാം പൊസിഷനിൽ അഭിലാഷാണുള്ളത്. അഭിലാഷും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായി മുന്നേറുന്നുണ്ട്. ഇപ്പം വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ആശ്രയിച്ചിരിക്കും അഭിലാഷ് ഡേഞ്ചറിലാണോ അല്ലെങ്കിൽ സേഫ് സോണിലേക്ക് മാറുമോ ഇല്ലെന്ന്. ഇപ്പോൾ 19,980 വോട്ട് നേടി 8ാം പൊസിഷനിലാണുള്ളത്. 9ാം പൊസിഷനിൽ അക്ബർ ഖാനാണുള്ളത്. അക്ബർ ഖാൻ നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കരുത്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയൊരു വോട്ടിന് വ്യത്യാസമുള്ളൂ അഭിലാഷുമായി. ഇപ്പോൾ 19,965 വോട്ട് നേടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിൽ 18,002 വോട്ടോടുകൂടി ബിന്നി സബാസ് നിലനിൽക്കുകയാണ്. ഡേഞ്ചർ സോണിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും വോട്ടിങ്ങിൽ മാറ്റമുണ്ടാകാം. എന്തായാലും ഇപ്പോൾ 10ാം പൊസിഷനിൽ 18,002 വോട്ടിൻ്റെ ബലത്തിൽ നിലനിൽക്കുന്നു. 11ാം പൊസിഷനിൽ അപ്പനിശരത്താണ് തുടരുന്നത്. അപ്പനിശരത്ത് ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. വരുമണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അപ്പനിശരത്തിന് ഇപ്പോൾ 17,988 വോട്ടോട് കൂടി 11ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 12ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. കഴിഞ്ഞ തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ. എന്നാൽ ഇപ്പോൾ 12ാം പൊസിഷനായ ഡേഞ്ചർ സോണിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ഏതായാലും വരുമണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ആര്യൻ. കാരണം ഇപ്പോൾ 17,906 വോട്ടോട് കൂടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ റെന ഫാത്തിമ തുടരുകയാണ്. റെന ഫാത്തിമയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇത്തവണ പുറത്തു പോകാൻ സൂചന കൽപ്പിക്കുന്ന മറ്റൊരു മത്സരാർത്ഥി കൂടിയാണ് റെന ഫാത്തിമ. ഇപ്പോൾ 17,902 വോട്ടോട് കൂടി 13ാം പൊസിഷനാണുള്ളത്. 14ാം പൊസിഷനിൽ ഒനിയൽ സാബു ആണുള്ളത്. ഒനിയൽ സാബുവിന് ഇപ്പം ചെറിയൊരു മുന്നേറ്റം വന്നു തുടങ്ങി. എന്നിരുന്നാൽ കൂടെ ഈ സേഫ് സോണിലേക്ക് മാറാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇതുവരെയും വന്നില്ല. 16,800 വോട്ട് കൂടിയുടെ 14ാം പൊസിഷനാണുള്ളത്. 15ാം പൊസിഷൻ ശൈത്യ സന്തോഷമാണ് തുടരുന്നത്. ശൈത്യ സന്തോഷം കഴിഞ്ഞ 2 എവിക്ഷനുകളിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ എവിക്ഷനിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ 16,777 വോട്ട് നേടി 15ാം പൊസിഷനാണ്.